Welcome to another session on derivatives. Today we will look into the various theories of futures pricing. The cost of carry model. Carry cost refers to the cost of holding the asset till the futures contract matures. This could include storage cost, interest paid to acquire and hold the asset, financing cost, and opportunity cost, etc. Cost of carry can be defined simply as the net cost of holding a position. It is a difference between the cost of a particular asset and the returns generated on it over a particular period. This model assumes that the difference between the spot price and the future price shall be equal to the carrying cost. Theoretically, the price of a futures contract is a sum of the prevailing spot price and the cost of carry. Hence, the formula is futures price equals to spot price plus cost of carry, or cost of carry equals to future price minus spot price. അതായത് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് പൂർത്തിയാകുന്നത് വരെ അസറ്റ് കൈവശം വയ്ക്കുന്നതിനുള്ള ചെലവിനെയാണ് ക്യാരി കോസ്റ്റ് സൂചിപ്പിക്കുന്നത്. സംവരണ ചെലവ്, അസറ്റ് നേടുന്നതിനും കൈവശം വയ്ക്കുന്നതിനുമുള്ള പലിശ, ധനകാര്യ ചെലവുകൾ, അവസര ചെലവുകൾ തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടാം. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഒരു സ്ഥാനം വഹിക്കുന്നതിനുള്ള ആകെ ചെലവെന്ന നിലയിൽ ക്യാരി കോസ്റ്റിനെ നിർവചിക്കാം. ഒരു പ്രത്യേക അസറ്റിൻ്റെ വിലയും ഒരു പ്രത്യേക കാലയളവിൽ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണിത്. സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം ക്യാരിയിങ് കോസ്റ്റിന് തുല്യമാകുമെന്ന് ഈ മോഡൽ അനുമാനിക്കുന്നു. ഒരു ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൻ്റെ വില നിലവിലുള്ള സ്പോട്ട് പ്രൈസിൻ്റെ തുകയും ക്യാരിയിങ് കോസ്റ്റുമാണ്. ഫോർമുല ഇങ്ങനെയാണ്: ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഈക്വൽസ് ടു സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാരി ഈക്വൽസ് ടു ഫ്യൂച്ചേഴ്സ് പ്രൈസ് മൈനസ് സ്പോട്ട് പ്രൈസ്. രണ്ട് രീതിയിൽ ഈ കണക്ക് വരാം. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ വരാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിൽ വരാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആണെങ്കിൽ എഫ് ഈക്വൽസ് ടു ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഈക്വൽസ് ടു സ്പോട്ട് പ്രൈസ് ഇൻറ്റു 1+R ഇൻറ്റു ടി. കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണെങ്കിൽ എഫ് ഈക്വൽസ് ടു സ്പോട്ട് പ്രൈസ് ഇൻറ്റു e⁻RT. അത് പ്രസൻറ്റ് വാല്യൂ ആണ്. എക്സാമ്പിൾ 1. The spot price of ABC Limited share is ₹1,000 per share and the cost of financing is 15% per annum continuous compounding. What would be the futures contract on this for a contract having the strike date 30 days from the current date? ഇത് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലമാണ്. ഇപ്പോൾ നമ്മൾ നൊട്ടേഷൻസ് എടുത്ത് എഴുതുന്നു. സ്പോട്ട് പ്രൈസ് 1000 ആണ്. എസ് ഈക്വൽ ടു 1000. ടൈം ഈക്വൽസ് ടു 30 days ഫ്രം ദ കറണ്ട് ഡേറ്റ്. അപ്പോൾ 30/365. പിന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 15% പെർ ആനം, ദാറ്റ് ഈസ് 0.15. അപ്പോൾ നമ്മൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ഈക്വൽസ് ടു എസ് ഇൻറ്റു e⁻RT. e⁻RT ദാറ്റ് ഈസ് 0.15 ഇൻറ്റു 30/365. അപ്പം നമുക്ക് e⁻RT എന്ന് പറയുന്നത് 0.0123228767 ആയിട്ട് കിട്ടുന്നു. നമ്മൾ ആ സിമ്പിൾ കാൽക്കുലേറ്റർ ചെയ്യാൻ പോവാണ്. e⁻RT നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് e⁻0.15 ഇൻറ്റു 30/365 ദാറ്റ് ഈസ് ഈക്വൽസ് ടു 0.0123228767 നമ്മൾ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്തിട്ട് അതിനെ 4096 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആഡ് 1 ഇൻറ്റു ഈക്വൽസ് 12 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നു. ഒന്നുകൂടെ പറയാം. e⁻RT എന്ന് പറയുന്നത് e⁻0.15
ഇൻറ്റു 30/365. അത് വരുന്നത് 0.0123228767. ഈ നമ്പർ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ബൈ 4096, അതിൻ്റെ കൂടെ +1, അത് കഴിഞ്ഞിട്ട് ഇൻറ്റു ഈക്വൽസ് 12 തവണ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കാൽക്കുലേറ്ററിൽ നമുക്ക് e⁻rt എന്ന് കിട്ടും. അപ്പോൾ ഈ e⁻rt എന്ന് പറയുന്നത് 1.012400748 ആണ്. ഇനി 1000 ഇൻറ്റു e⁻rt ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1012.401. The second approach is expectation approach. The expectancy model of futures pricing states that futures price of an asset is basically what the spot price of the asset is expected to be in future. In other words, the expected spot price of an asset in the future. Unlike the cost of carry model, this model believes that there is no relationship between the present spot price and its futures price. According to this model, futures can either trade at a discount or premium to the spot price of the underlying asset. Futures price gives the market participants an indication of the expected direction of the movement of the spot price in the future. ഫ്യൂച്ചേഴ്സ് പ്രൈസിൻ്റെ എക്സ്പെക്റ്റൻസി മോഡൽ പറയുന്നത് ഒരു അസറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് പ്രൈസ് അടിസ്ഥാനപരമായി ഭാവിയിൽ അസറ്റിൻ്റെ സ്പോട്ട് പ്രൈസ് എന്തായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഭാവിയിൽ ഒരു അസറ്റിൻ്റെ പ്രതീക്ഷിക്കുന്ന സ്പോട്ട് പ്രൈസാണ്. കോസ്റ്റ് ഓഫ് ക്യാരി മോഡലിൽ നിന്ന് വ്യത്യസ്തമായി അസറ്റിൻ്റെ നിലവിലെ സ്പോട്ട് പ്രൈസും അതിൻ്റെ ഫ്യൂച്ചേഴ്സ് പ്രൈസും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ഈ മോഡലിൽ പറയുന്നു. ഈ മോഡൽ അനുസരിച്ച് ഫ്യൂച്ചറുകൾക്ക് ഒന്നുകിൽ ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ പ്രീമിയത്തിൽ അസറ്റിൻ്റെ സ്പോട്ട് പ്രൈസിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. ഫ്യൂച്ചേഴ്സ് പ്രൈസ് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസിന് ഭാവിയിൽ സ്പോട്ട് പ്രൈസിൻ്റെ ചലനത്തിൻ്റെ പ്രതീക്ഷിക്കുന്ന ദിശയുടെ സൂചന നൽകുന്നു. The theory of normal backwardation. Normal backwardation is a market condition wherein the price of a commodity's forward or futures contract is trading below the expected spot price at the maturity of the contract. If the future price are lower than the spot price of the asset, the market participants may expect the spot price to come down in future. This expectedly falling market is called backwardation market. Conversely, if the futures price is higher than the spot price of the underlying asset, the market participants may expect the spot price to go up in the near future. This expectedly rising market is called contango market. As a result, the futures price would be less than the expected futures spot price by the amount of risk premium. ഒരു കമ്മോഡിറ്റിയുടെ ഫോർവേഡ് അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ വില കോൺട്രാക്റ്റ് കാലാവധി പൂർത്തിയാക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന സ്പോട്ട് വിലയേക്കാൾ താഴെയാണ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് അവസ്ഥ. അതാണ് ബാക്ക്വേർഡേഷൻ. ഫ്യൂച്ചേഴ്സ് വില ഒരു അസറ്റിൻ്റെ സ്പോട്ട് വിലയേക്കാൾ കുറവാണെങ്കിൽ മാർക്കറ്റിലെ പങ്കാളിത്തമുള്ളവർ ഭാവിയിൽ സ്പോട്ട് പ്രൈസ് കുറയുമെന്ന് പ്രതീക്ഷിക്കാം. വില കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ വിപണിയെ ബാക്ക്വേർഡേഷൻ മാർക്കറ്റ് എന്ന് വിളിക്കുന്നു. തിരിച്ചും ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഒരു അസറ്റിൻ്റെ സ്പോട്ട് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ സമീപഭാവിയിൽ സ്പോട്ട് പ്രൈസ് ഉയരുമെന്ന് വിപണിയിൽ പങ്കാളിത്തമുള്ളവർ പ്രതീക്ഷിച്ചേക്കാം. ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ വിപണിയെ
കൊണ്ടാങ്കോ മാർക്കറ്റ് എന്ന് വിളിക്കുന്നു. തൽഫലമായി റിസ്ക് പ്രീമിയത്തിൻ്റെ അളവ് അതനുസരിച്ച് ഫ്യൂച്ചേഴ്സ് പ്രൈസ് പ്രതീക്ഷിക്കുന്ന ഫ്യൂച്ചേഴ്സ് സ്പോട്ട് വിലയേക്കാൾ കുറവായിരിക്കും. അതായത് ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഈക്വൽസ് ടു എക്സ്പെക്റ്റഡ് ഫ്യൂച്ചേഴ്സ് സ്പോട്ട് പ്രൈസ് മൈനസ് റിസ്ക് പ്രീമിയം. ദറ്റ് ഈസ് എഫ് ഈക്വൽസ് ടു ഇ മൈനസ് ആർ.